Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്നൊരു ബോട്ടിലായിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ബോട്ടിൽ മുഴുവനായിട്ട് ഇതുപോലെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാമത്തെ ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിൽ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളറും യെല്ലോ കളറുമാണ് പെയിൻറ്റ് എടുത്തിട്ടുള്ളത്. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ബ്രഷ് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കരുത്. അപ്പോൾ അതൊക്കെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ 3 ഫ്ലവറിനുള്ള സെൻറ്റർ ഭാഗം ഞാനിപ്പോൾ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി റെഡ് കളർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പെറ്റൽസ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൗണ്ട് ബ്രഷ് നമ്പർ 6 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു ഫ്ലവർ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ വരച്ചെടുക്കാം. അപ്പോൾ ഇതാ 3 ഫ്ലവർ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം 3 പെറ്റൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു 3-4 പെറ്റലും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ലീവ്സ് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും വെച്ചിട്ട് 1 സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഈ 1 സ്ട്രോക്ക് പെയിൻറ്റിങ് ആദ്യം നമ്മൾ പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ബോട്ടിൽ ചെയ്താൽ മതി കേട്ടോ. ആദ്യം ചിലപ്പോൾ ചെയ്യുമ്പോൾ ശരിയാവുന്നില്ല. പക്ഷേ 1-2 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ലീവ്സുകളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് കുറച്ച് ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പെയിൻറ്റ് നന്നായിട്ട് തന്നെ ഡ്രൈ ആയതിന് ശേഷം 1-2 കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബോട്ടിലായിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട് ആ റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷനൊക്കെ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ്. മൺഡേ, വെനസ്ഡേ, സാറ്റർഡേ വൈകുന്നേരം 5:30-ക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്